സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? കാണാം. ഓക്കെ, നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തത് പ്രോസസ് കൺട്രോൾ വാൽവുകളെ പറ്റിയായിരുന്നു. പ്രോസസ് കൺട്രോൾ വാൽവിന്റെ മറ്റൊരു പേര് ഫ്ലോ കൺട്രോൾ വാൽവ് എന്നാണ്. എന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫ്ലോ റേറ്റിന് അല്ലെ, ഫ്ലോ റേറ്റ് വോളിയം ഒരു ഹൈഡ്രോളിക് ഓർ ന്യൂമാറ്റിക് സർക്യൂട്ടിലെ ആക്ച്വേറ്ററിലേക്ക് എത്തുന്ന വർക്കിംഗ് ഫ്ലൂയിഡിന്റെ വോളിയം അല്ലെങ്കിൽ ഫ്ലോ റേറ്റിനെയൊക്കെ കൺട്രോൾ ചെയ്യാം, അതിന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാം എന്നുള്ളതൊക്കെയാണ് പ്രോസസ് കൺട്രോൾ വാൽവിന്റെ ഉദ്ദേശം. അപ്പൊ അതിൽ തന്നെ നമ്മൾ നോൺ പ്രഷർ കോമ്പൻസേറ്റഡ് വാൽവും പ്രഷർ കോമ്പൻസേറ്റഡ് വാൽവും ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ നോൺ പ്രഷർ കോമ്പൻസേറ്റഡ് വാൽവിന് കുറെ എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നീഡിൽ വാൽവ്, അതുപോലെ തന്നെ ഗ്ലോബ് വാൽവ്, അതേപോലെ ആ ഒരു ഡിസ്ക് ഷേപ്പ് എലമെന്റ് ഒക്കെ വരുന്ന ഓർക്കുന്നില്ലേ, പിന്നെ ഗേറ്റ് വാൽവ്, അങ്ങനെയുള്ള കുറച്ച് വാൽവുകളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇനി പ്രഷർ കോമ്പൻസേറ്റഡ് വാൽവ്. പ്രഷർ കോമ്പൻസേറ്റഡ് വാൽവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലൂയിഡ് സർക്യൂട്ടിനകത്ത്, ഹൈഡ്രോളിക് ഓർ ന്യൂമാറ്റിക് സർക്യൂട്ടിനകത്ത് പ്രഷർ വേരിയേഷൻ വന്നാലും ഔട്ട്ലെറ്റിലുള്ള ഫ്ലോക്ക് വലിയ കുഴപ്പമില്ലാതെ ഒരു കോൺസ്റ്റന്റ് ഫ്ലോ തരുന്ന എലമെന്റുകളെയാണ് പ്രഷർ കോമ്പൻസേറ്റഡ് വാൽവ് എന്ന് പറയുന്നത്. സോ അതിന്റെ ഒരു എക്സാമ്പിൾ നമ്മൾ ഇന്നലെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ എലമെന്റ്സിനെ പറ്റിയും ഇതിന്റെ വർക്കിങ്ങിനെ പറ്റിയായിരുന്നു ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇൻലെറ്റ് പോർട്ടിലൂടെ ഹൈ പ്രഷർ ഫ്ലൂയിഡ് വരുന്ന സമയത്ത് ഈ ഹൈ പ്രഷർ ഫസ്റ്റ് ആക്ട് ചെയ്യുന്നത് ഈ ഒരു പോപ്പറ്റിലായിരിക്കും. ഈ പോപ്പറ്റിൽ ആക്ട് ചെയ്യുമ്പോൾ പോപ്പറ്റ് എന്ത് ചെയ്യും, ഇങ്ങോട്ടേക്ക് ഫോർവേഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യും. അപ്പോൾ ഇതിനകത്തുള്ള സ്പ്രിങ് കംപ്രസ്ഡ് സ്റ്റേജിലാവും. അപ്പോൾ ഈ പോപ്പറ്റ് ഇങ്ങനെ ഫോർവേഡ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഇതിന്റെ ഔട്ട്ലെറ്റ് പോർട്ടിലേക്കുള്ള എൻട്രി ക്ലോസ് ആവും. അതായത് ഔട്ട്ലെറ്റിൽ ഇപ്പോൾ ഫ്ലോ ഉണ്ടാവില്ല. അങ്ങനെ പോപ്പറ്റ് മാക്സിമം ബാക്കിലേക്ക് തള്ളി എത്തിക്കഴിഞ്ഞാൽ പിന്നെയുള്ള ഒരു വഴി എന്ന് പറയുന്നത് ഈ പോപ്പറ്റിലുള്ള ഒറിഫേസിലൂടെ വെള്ളം അകത്തേക്ക് പോപ്പറ്റിന്റെ ഇൻസൈഡ് പാർട്ടിലേക്ക് കിടക്കും. അങ്ങനെ ഈ ചെറിയ സ്മോൾ ഡയമീറ്റർ ഒറിഫേസിലൂടെ കിടക്കുന്ന സമയത്ത് ഇതിന്റെ ഇൻസൈഡിലും വെള്ളം ഉണ്ടാവും, ഔട്ട്സൈഡിലും വെള്ളം ഉണ്ടാവും. അപ്പൊ ഈ രണ്ട് ഓപ്പോസിറ്റ് സൈഡിൽ അപ്പുറത്തും ഇപ്പുറത്തും വെള്ളമുണ്ട്. ഇവിടെ ഒരു ബാലൻസിങ് നടക്കും, പ്രഷർ ബാലൻസിങ് നടക്കും. ആ പ്രഷർ ബാലൻസിങ് നടക്കുന്ന സമയത്ത് നേരത്തെ മാക്സിമം ബാക്കിലേക്ക് വന്നിട്ടുണ്ടായിരുന്ന പോക്കറ്റ് എന്ത് ചെയ്യും, ഫ്രണ്ടിലേക്ക് തന്നെ തിരിച്ച് മൂവ് ചെയ്യാൻ തുടങ്ങും. മെല്ലെ തിരിച്ച് ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ഈ ഔട്ട്ലെറ്റിലേക്കുള്ള ഓപ്പണിംഗ് കുറച്ച് കുറച്ചായിട്ട് തുറക്കും അല്ലെ. അപ്പൊ ഒരു ബാലൻസ്ഡ് കണ്ടീഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു നിശ്ചിത എമൗണ്ട് മാത്രമേ ഓപ്പണിംഗ് വരുള്ളൂ. അപ്പൊ ഈ ഓപ്പണിങ്ങിലൂടെ ഒരു കോൺസ്റ്റന്റ് പ്രഷറിൽ ഫ്ലോ വന്നുകൊണ്ടേയിരിക്കും. പെട്ടെന്ന് ഇതിനകത്ത് പ്രഷർ വീണ്ടും ബിൽഡപ്പ് ചെയ്ത് കഴിഞ്ഞാലും ഈ പോക്കറ്റ് വീണ്ടും പഴയ പോലെ ബാക്കിലേക്ക് പോകും. ദെൻ ഈ ബാക്കിലേക്ക് പോകുന്നതിനനുസരിച്ച് ഈ ഒറിഫൈസിലൂടെ വെള്ളം അകത്തേക്കും കയറും. അപ്പൊ ഇവിടെ ഒരു പ്രഷർ ബാലൻസിങ് നടക്കും. വീണ്ടും ഈ ഔട്ട്ലെറ്റിലൂടെ, ഔട്ട്ലെറ്റിന്റെ ഓപ്പണിംഗ് എത്രയാണോ ഉള്ളത് ആ ഒരു ഓപ്പണിങ്ങിലൂടെ ഫ്ലോ പുറത്തേക്ക് വരും. ഈ ഒരു പ്രോസസ് ഓഫ് കോമ്പൻസേറ്റിംഗ് പ്രഷർ വേരിയേഷൻ, ഇതാണ് ഇവിടെ പ്രഷർ കോമ്പൻസേറ്റഡ് വാൽവിനകത്തൂടെ നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റി. ദെൻ ഇത് വേറൊരു ടൈപ്പ് ഓഫ് പ്രഷർ കോമ്പൻസേറ്റിംഗ് ആൻഡ് ടെമ്പറേച്ചർ കോമ്പൻസേറ്റിംഗ് വാൽവാണ്. അതായത് നമ്മളെ ഹൈഡ്രോളിക് സർക്യൂട്ടിലൊക്കെ എപ്പോഴും പ്യൂർ വാട്ടർ ഒന്നും ആയിരിക്കില്ല നമ്മൾ വർക്കിംഗ് ഫ്ലൂയിഡ് ആയിട്ട് ഉപയോഗിക്കുക. സംടൈംസ് ഓയിൽസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കും. ചില ഹൈഡ്രോളിക് സർക്യൂട്ട്സിനകത്ത്, മോസ്റ്റ് ഓഫ് ദ ഹൈഡ്രോളിക് സർക്യൂട്ട്സിലും ഓയിൽസ് ഒക്കെയാണ് വർക്കിംഗ് ഫ്ലൂയിഡ് ആയിട്ട് ഉപയോഗിക്കുന്നത്, പ്രഷറൈസ്ഡ് ഓയിൽ. അപ്പൊ നമുക്കറിയാം ഓയിലിന്റെ ടെമ്പറേച്ചർ കൂടുമ്പോൾ അതിന്റെ വിസ്കോസിറ്റിക്ക് എന്ത് സംഭവിക്കും, വിസ്കോസിറ്റി കുറയാനുള്ള സാധ്യത ഉണ്ട് അല്ലെ. വിസ്കോസിറ്റി കുറയുമ്പോൾ ഇതിന്റെ ഫ്ലോ വെലോസിറ്റി കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മുടെ സർക്യൂട്ടിൽ പെട്ടെന്ന് ഒരു പ്രഷർ വേരിയേഷൻ, ഒരു പ്രഷർ ബിൽഡപ്പും അതേപോലെ ഒരു ടെമ്പറേച്ചർ ഷൂട്ടപ്പ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഈ ടെമ്പറേച്ചർ റൈസിങ് കാരണം ഇതിന്റെ വിസ്കോസിറ്റിക്ക് കുറവ് വരികയും ആ വിസ്കോസിറ്റി കുറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഫ്ലോ വെലോസിറ്റി കൂടാനുള്ളതൊക്കെ സാധ്യത ഉണ്ട്. പക്ഷെ പ്രഷർ കോമ്പൻസേറ്റഡ് ആൻഡ് ടെമ്പറേച്ചർ കോമ്പൻസേറ്റഡ് വാൽവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രഷറിലോ ടെമ്പറേച്ചറിലോ വേരിയേഷൻ വന്നാലും ഔട്ട്ലെറ്റിലെ ഫ്ലോയിൽ വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റ് ഫ്ലോ കിട്ടുന്ന വാൽവുകളെയാണ് നമ്മൾ ഈ പ്രഷർ ഓർ ടെമ്പറേച്ചർ കോമ്പൻസേറ്റഡ് വാൽവ് എന്ന് പറയും. സോ ഇവിടെ ഒരു ഫിഗർ നിങ്ങൾക്ക് കാണാം. ഇവിടെ ഇതാണ് ഇൻലെറ്റ് പോർട്ട്. അതേപോലെ ഈ ഇൻലെറ്റ് പോർട്ടിലൂടെ വെള്ളം കയറിയിട്ട് ഇങ്ങനെയാണ് പോകുന്നത്. ഞാൻ പാസേജ് ഇപ്പൊ കാണിക്കുന്നുണ്ട്. ഇവിടെയാണ് ഔട്ട്ലെറ്റ് പോർട്ട്. അപ്പോ ഇൻലെറ്റ് പോർട്ടിൽ നിന്നും ഔട്ട്ലെറ്റ് പോർട്ടിന്റെ ഇടയിൽ ഒരു നീഡിൽ വാൽവ് ഉണ്ട് അല്ലെ, ഒരു നീഡിൽ വാൽവ് ഉണ്ട്. അപ്പൊ ഞാൻ ഈ നീഡിൽ വാൽവിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി മേലിൽ ഒരു ഹാൻഡ് റെയിൽ ഉണ്ട്. സോ ഈ ഹാൻഡ് വീൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നീഡിൽ വാൽവിലൂടെയുള്ള ഫ്ലോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു കോൺസ്റ്റന്റ് ഫ്ലോ അല്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റ് പ്രഷറിലാണ് ഫ്ലോ ഉള്ളത്. അപ്പോൾ
ഒരു കോൺസ്റ്റന്റ് ഔട്ട്ലെറ്റ് ഫ്ലോയും ഇപ്പോഴുണ്ട്. ഇനി പെട്ടെന്ന് ഇൻലെറ്റിൽ പ്രഷർ കൂടുന്നു. ഇത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു കോൺസ്റ്റന്റ് പ്രഷർ ഫ്ലോ ആയിരുന്നു. ഇപ്പൊ ഒരു ഹൈ പ്രഷർ പെട്ടെന്ന് ഇവിടെ ബിൽഡപ്പ് ചെയ്യുന്നു. നേരത്തേനേക്കാളും ഇൻലെറ്റിൽ ഹൈ പ്രഷർ ബിൽഡ് ചെയ്യുന്നു. അത് തന്നെയാണെങ്കിൽ നമുക്ക് അതിന് മുമ്പായിട്ട് ഈ ഇൻലെറ്റ് പോർട്ടിൽ നിന്നും ഒരു കണക്ഷൻ ഇതാ ഇങ്ങനെ മേലയിലേക്ക് വന്നിട്ടുണ്ട് ഈ ചേംബറിലേക്ക്. അതേപോലെ ഔട്ട്ലെറ്റ് പോർട്ടിൽ നിന്നും ഒരു കണക്ഷൻ ഈ ചേംബറിലേക്കും വന്നിട്ടുണ്ട്. ഈ ചേംബറിൽ എന്തുണ്ട്? രണ്ട് പിസ്റ്റൺസ് ഉണ്ട്. രണ്ട് പിസ്റ്റൺസ് ഒരു റോഡ് കൊണ്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ ഈ സർക്യൂട്ടിനകത്ത് ഒരു കോൺസ്റ്റന്റ് പ്രഷർ ആയിരുന്നുവെങ്കിൽ, അതായത് ഇവിടെ ഒരു 5 ബാർ, ഇവിടെ ഒരു 5 ബാർ എന്ന് വെച്ചോ, ഈ 5 ബാർ പ്രഷർ ഈ പിസ്റ്റന്റെ മേൽഭാഗത്തും ഉണ്ടാവും. അതായത് ഇവിടെയും 5 ഉണ്ടാവും. അതേപോലെ ഇവിടെയും നേരത്തെ 5 ബാർ ആയതുകൊണ്ട് ഈ പിസ്റ്റന്റെ അടിഭാഗത്തും 5 ബാർ. അതായത് ഈ പിസ്റ്റന്റെ ടോപ്പ് സൈഡിലും ബോട്ടം സൈഡിലും ഇപ്പം കോൺസ്റ്റന്റ് പ്രഷർ ആയതുകൊണ്ട് ഈ പിസ്റ്റൺ ഒരു ബാലൻസ്ഡ് കണ്ടീഷനിലായിരിക്കും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടീഷനിലേക്ക് നമുക്ക് പോവാം. കോൺസ്റ്റന്റ് പ്രഷറിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഫ്ലൂയിഡിൽ പെട്ടെന്ന് ഇവിടെ ഹൈ പ്രഷർ ക്രിയേറ്റ് ചെയ്തു. ഇവിടെ 5 എന്നുള്ളത് ഇതൊരു 7 8 അങ്ങനെ 7 ആയിക്കോട്ടെ, ഇവിടെ 7 ആയി. പക്ഷെ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നത് 5 ആണ്. അപ്പോ ഈ ഹൈ പ്രഷർ വരുമ്പോ ഇവിടെ ഫ്ലോ കൂടാനുള്ള, നേരത്തേനേക്കാളും ഫ്ലോ റേറ്റ് കൂടാനുള്ള സാധ്യതയുള്ളത്. അപ്പൊ ആ ഫ്ലോ റേറ്റിനെ കുറയ്ക്കണം. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ ഇപ്പൊ 7 ആണെങ്കിൽ ഒബ്വിയസ്ലി ഈ ടോപ്പ് പാർട്ടിലും ഇപ്പൊ 7 ഉണ്ടാവും. ബട്ട് ഈ മൊമെന്റിൽ ഇവിടെ 5 ഉള്ളൂ. അതുകൊണ്ട് ഈ ബോട്ടം പാർട്ടിൽ 5 ഉണ്ടാവുള്ളൂ അല്ലെ, 5 ഉണ്ടാവുള്ളൂ. സോ മേലയിൽ ഹൈ പ്രഷറും ഈ പിസ്റ്റണ് മാത്രം കൺസിഡർ ചെയ്യാം. ഈ മേലയിൽ ഇതിന്റെ 7 ബാറും താഴെ 5 ബാറും. അപ്പൊ പ്രഷർ കൂടിയ സ്ഥലത്തു നിന്നും പ്രഷർ കുറഞ്ഞ സ്ഥലത്തേക്ക് ഈ പിസ്റ്റൺ മൂവ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവില്ലേ? പിസ്റ്റണ് താഴോട്ടേക്ക് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് അല്ലെ? അപ്പൊ ഈ പിസ്റ്റൺ താഴോട്ടേക്ക് മൂവ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഈ പാസേജ്, നേരത്തെ ഇത്രയും ഏരിയ ആയിരുന്നു ഏരിയ ഫ്ലോ ഉണ്ടായിരുന്നത്. ഈ പിസ്റ്റൺ താഴോട്ടേക്ക് വരുമ്പോൾ പിസ്റ്റൺ ഇപ്പൊ ഈ ഒരു പൊസിഷനിൽ എങ്ങാനും വന്നു നിൽക്കും. അതായത് ഇതിന്റെ ഏരിയയെ കുറച്ചും കൂടി ഒന്ന് റെസ്ട്രിക്ട് ചെയ്യും. ഫ്ലോ എന്ന് പറയുന്നത് ചെറിയ ഏരിയയിലൂടെ ഉണ്ടാവും. അതായത് ഫ്ലോയെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയും, ഇവിടെ പ്രഷർ കൂടിയതിന്റെ കാരണം, ഈ ഇൻലെറ്റിൽ പ്രഷർ കൂടിയത് കാരണം പുറത്തേക്ക് ഫ്ലോ റേറ്റ് കൂടിയിട്ട് പോകാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു. പക്ഷെ അതിനെ ഇവിടെ കോമ്പൻസേറ്റ് ചെയ്തു. എങ്ങനെയാ കോമ്പൻസേറ്റ് ചെയ്ത്? ഈ ഇൻലെറ്റ് ഫ്ലോ എന്ന് പറയുന്നത് ഇവിടെ കൺട്രോൾ ചെയ്തു. അപ്പൊ നേരത്തെ കൊടുത്തതിനേക്കാളും വെള്ളം കുറച്ച് മാത്രമേ ഇപ്പൊ കൊടുക്കുള്ളൂ. അപ്പൊ ഫ്ലോ റേറ്റിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റി. ഇനി നേരെ തിരിച്ചും സംഭവിക്കാം. നമുക്ക് നോക്കാം. ഇവിടെ നേരത്തെ പോലെ 5 ബാർ തന്നെയായിരുന്നു ഉണ്ടായത്. ഇവിടെയും 5 ആയിരുന്നു ഉണ്ടായത്. പെട്ടെന്ന് എന്തോ സർക്യൂട്ടിലുള്ള പ്രശ്നം കൊണ്ട് ഇവിടെ 4 ബാർ ആയി. അതായത് പ്രഷർ കുറഞ്ഞു. അപ്പോ ഇവിടെ പ്രഷർ കുറയുന്നതിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ഇതിനകത്തുള്ള ഫ്ലോ റേറ്റ് കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ, അതായത് ഇൻലെറ്റിലെ പ്രഷറിന് വേരിയേഷൻ ഒന്നും വന്നില്ല, ഔട്ട്ലെറ്റിലെ പ്രഷർ വേരിയേഷൻ വന്നു. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക? നമുക്ക് നോക്കാം. ഇവിടെ 5 ബാർ ആണെങ്കിൽ ഈ പിസ്റ്റന്റെ ടോപ്പ് സൈഡിലും 5 ബാർ ആയിരിക്കും. ഇവിടെ 4 ബാർ ആണെങ്കിൽ പിസ്റ്റന്റെ ബോട്ടം സൈഡിൽ 4 ബാർ ആയിരിക്കും. സോറി, ഇത് സെയിം കണ്ടീഷൻ. സോറി. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രകാരം ഇവിടെ നേരത്തെ പ്രഷർ കൂടുതലായിരുന്നു, ഇവിടെ കുറവായിരുന്നു. ഇനി ഇവിടെ കൂടി, ഇവിടെ 5 തന്നെ, ഇവിടെ പെട്ടെന്ന് പ്രഷർ കൂടി. ഔട്ട്ലെറ്റിൽ പ്രഷർ എന്തോ, നമ്മുടെ സർക്യൂട്ടിലുള്ള എന്തോ പ്രശ്നം കാരണം ഇവിടെ ഔട്ട്ലെറ്റിൽ പ്രഷർ കൂടി എന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുക? ഈ 6 ബാർ പ്രഷർ ഇവിടെ ആക്ട് ചെയ്യും അല്ലെ, പിസ്റ്റന്റെ ലോവർ സൈഡിൽ, 5 ബാർ മേലിലും. അപ്പോ ഇവിടെ പ്രഷർ കൂടിയതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഫ്ലോ റേറ്റ് വീണ്ടും കൂടാനുള്ള സാധ്യതയുണ്ട്. ഇതിനെ കുറക്കണം. അപ്പോ ഈ 6 ബാറും 5 ബാറും, അപ്പൊ ഈ പിസ്റ്റൺ ഇപ്പോ മേലോട്ടേക്ക് മൂവ് ചെയ്യാനുള്ള സാധ്യതയുള്ളത്. അങ്ങനെ മേലോട്ടേക്ക് മൂവ് ചെയ്യുമ്പോൾ കൂടുതൽ ഫ്ലോ ഉണ്ടാവും അല്ലെ. ഈ പിസ്റ്റൺ കുറച്ച് മേലോട്ടേക്ക് മൂവ് ചെയ്യും. അതായത് ഫ്ലോ ഏരിയ കുറച്ചുകൂടി കൂടും. നേരത്തേനേക്കാളും ഫ്ലോ ഏരിയ ഉണ്ടാവും. അപ്പൊ കൂടുതൽ വെള്ളം ഇതിലേ വരും. അപ്പോൾ ഇതിലെ ഫ്ലോ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് നേരത്തെ പോലെ തന്നെ പോകും. അതായത് ഇവിടെ പ്രഷർ കൂടുന്ന സമയത്ത് ഇവിടെ ഫ്ലോ റേറ്റ് കുറയാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഈ പിസ്റ്റൺ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് കൂടുതൽ വെള്ളത്തെ കടത്തി വിട്ടുകൊണ്ട് ആ കുറയാനുള്ള സാധ്യതയെ ഒഴിവാക്കുകയാണ്, കോമ്പൻസേറ്റ് ചെയ്യാണ്. സോ ഈ രീതിയിൽ പ്രഷർ കോമ്പൻസേഷൻ നടക്കും. ഇവിടെ ഒരു പിസ്റ്റൺ അറേഞ്ച്മെന്റ് വെച്ചിട്ട് പ്രഷർ കോമ്പൻസേഷൻ നടക്കും. എങ്ങനെയാ പ്രഷർ കോമ്പൻസേഷൻ നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇൻലെറ്റിലെയും ഔട്ട്ലെറ്റിലെയും ഓരോ പ്രഷർ പോർട്ടുകൾ പിസ്റ്റണിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഇൻലെറ്റിലും ഔട്ട്ലെറ്റിലും പ്രഷർ വേരിയേഷൻ വരുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് പിസ്റ്റൺ അപ്വേർഡ് ഓർ ഡൗൺവേർഡ് മൂവ് ചെയ്യും. ആ അപ്വേർഡ് ഓർ ഡൗൺവേർഡ് മോഷൻ അനുസരിച്ചിട്ട് നമുക്ക് ഇതിനകത്തുള്ള ഫ്ലോ റേറ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ദെൻ ഇനി ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ സർക്യൂട്ടിൽ എപ്പോഴെങ്കിലും ടെമ്പറേച്ചറിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ, ടെമ്പറേച്ചർ നമ്മൾ വിചാരിച്ച ലെവലിനേക്കാളും കൂടി കഴിഞ്ഞാൽ
ഇതിലെ കൂടി ഒഴുകുന്ന ഓയിലിന്റെ വിസ്കോസിറ്റി കുറയുകയും വിസ്കോസിറ്റി കുറയുന്നതിന്റെ ഭാഗമായിട്ട് കൂടുതൽ ഫ്ലോ നടക്കാനും സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ കൂടുതൽ ഫ്ലോ നടക്കുമ്പോൾ ഫ്ലോ റേറ്റ് വേരിയേഷൻ വന്നു. ബട്ട് ആ വേരിയേഷൻ നമുക്ക് ആവശ്യമില്ല, നമുക്ക് എപ്പോഴും കോൺസ്റ്റന്റ് ഫ്ലോ റേറ്റ് ആണ് വേണ്ടത്. അപ്പൊ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് ഇവിടെ കുറച്ച് ടെമ്പറേച്ചർ സെൻസിങ് ഡിവൈസുകളാണ് ഇവിടെ ഉണ്ടാവുക. അപ്പൊ ടെമ്പറേച്ചർ സെൻസിങ് ഡിവൈസ് ഇതിലെ കൂടെ ഫ്ലോ ചെയ്യുന്ന ഓയിലിന്റെ ടെമ്പറേച്ചർ എപ്പോഴും സെൻസ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മുടെ ഒരു സെറ്റ് ലിമിറ്റിന് അപ്പുറത്തേക്ക് ടെമ്പറേച്ചർ കൂടുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിന്റെ വിസ്കോസിറ്റി കുറയുകയും കൂടുതൽ ഫ്ലോ നടക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാവും. ആ ഒരു സെൻസിങ്ങിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നിങ്ങൾക്ക് ഒരു ചെറിയൊരു റോഡ് പോലത്തെ ഒരു എലമെന്റ് കാണാൻ പറ്റും. ഈ റോഡ് ലൈക്ക് എലമെന്റ് എന്ത് ചെയ്യും, ഒന്നിക്ക് താഴോട്ടേക്ക് മൂവ് ചെയ്യും. ഇനി ടെമ്പറേച്ചർ പഴയ പോലെ ആകുമ്പോൾ ഇയാൾ മേലോട്ടേക്ക് മൂവ് ചെയ്യും. നമുക്ക് നോക്കാം, ഒന്ന് ക്ലിയർ ചെയ്യാം. ഓക്കെ, ഇതിപ്പോ ഒരു നോർമൽ ടെമ്പറേച്ചറിൽ ഓയിൽ മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ ഞാനിങ്ങനെ കാണിക്കുകയാണ്. ഇപ്പൊ ഇവിടെ ഒരു ഫ്ലോ റേറ്റ് ഉണ്ടാവും, ഒരു 5 ലിറ്റർ പെർ മിനിറ്റ്. ഞാനൊരു എക്സാമ്പിൾ പറയാണ്, 5 ലിറ്റർ പെർ മിനിറ്റ്. അപ്പോൾ ഇവിടെ ഈ ഓയിലിന്റെ ടെമ്പറേച്ചർ ഒക്കെ ഞാൻ മെഷർ ചെയ്യാൻ വേണ്ടി ഒരു അപ്പാരറ്റസും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചോ. അപ്പൊ ഇതിലിപ്പോ ഒരു ടെമ്പറേച്ചർ റീഡിങ് കാണിക്കുന്നുണ്ട്. ഇത് എന്റെ സെറ്റ് ലിമിറ്റ് ആണ്. പെട്ടെന്ന് ഇതിലെ ടെമ്പറേച്ചർ കൂടി. ടെമ്പറേച്ചർ കൂടുമ്പോൾ ഓയിലിന്റെ വിസ്കോസിറ്റി കുറയും. വിസ്കോസിറ്റി കുറയുമ്പോൾ കൂടുതൽ ഓയിൽ സ്പീഡിൽ മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ 5 ലിറ്റർ പെർ മിനിറ്റ് ഉള്ളത് ചിലപ്പം 6 ലിറ്റർ പെർ മിനിറ്റ് ആവും ടെമ്പറേച്ചർ കൂടിയാൽ. ബട്ട് നമുക്ക് എപ്പോഴും 5 ആവശ്യമുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഇതിന്റെ ഈ ഒരു ഫ്ലോ റേറ്റിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ നിങ്ങൾക്ക് ഒരു ബാർ ലൈക്ക് സ്ട്രക്ചർ കാണുന്നുണ്ടാവും. ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് ഇയാൾ എന്ത് ചെയ്യും, താഴോട്ടേക്ക് മൂവ് ചെയ്യും. അപ്പോൾ ഏരിയ ഓഫ് പാസേജ് അല്ലെങ്കിൽ ഏരിയ ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് ഇവിടെ കുറയും. ഇനി ടെമ്പറേച്ചർ വീണ്ടും പഴയ സെറ്റ് ടെമ്പറേച്ചറിലേക്ക് തന്നെ വരുമ്പോൾ ഇയാൾ മേലോട്ടേക്ക് പോകും. നേരത്തെ പോലെ 5 ലിറ്റർ പെർ മിനിറ്റ് തന്നെ കിട്ടും. സോ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് ഇവിടെ ഒരു മൂവബിൾ സ്ട്രക്ചർ ഉണ്ട്. അയാൾ അപ്വേർഡ് ഓർ ഡൗൺവേർഡ് മൂവ് ചെയ്തിട്ട് നമുക്ക് എപ്പോഴും ഒരു 5 ലിറ്റർ പെർ മിനിറ്റ് അല്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റ് ഫ്ലോ റേറ്റ് തന്നുകൊണ്ടേയിരിക്കും. ദിസ് ഈസ് ടെമ്പറേച്ചർ കോമ്പൻസേഷൻ. അതായത് ടെമ്പറേച്ചറിന്റെ വേരിയേഷൻ ഉണ്ടായാലും അതിനെ കോമ്പൻസേറ്റ് ചെയ്തുകൊണ്ടുള്ള ഫ്ലോ. അതേപോലെ പ്രഷറിൽ വേരിയേഷൻ വന്നാൽ ആ പ്രഷറിന്റെ കോമ്പൻസേറ്റ്, ആ വേരിയേഷനെ കോമ്പൻസേറ്റ് ചെയ്തുകൊണ്ട് കോൺസ്റ്റന്റ് ഫ്ലോ തരാം. സോ ദിസ് ഈസ് പ്രഷർ കോമ്പൻസേറ്റഡ് ഓർ ടെമ്പറേച്ചർ കോമ്പൻസേറ്റഡ് ഫ്ലോ കൺട്രോൾ വാൽവ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് വാൽവ്സിന്റെ കേസിൽ വരുന്നത്. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് വാൽവ് സെർവോ വാൽവ്സ് ആണ്. സെർവോ മീൻസ് ഫീഡ്ബാക്ക് ഉള്ള വാൽവുകളെയാണ് സെർവോ എന്ന് പറയാം. നമ്മൾ സെർവോ മോട്ടോറുകളെ പറ്റി ഇലക്ട്രിക്കൽ മെഷീൻസിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഒരു ഫീഡ്ബാക്ക് ഉള്ള മോട്ടോർ സിസ്റ്റത്തെയാണ് നമ്മൾ സെർവോ മോട്ടോർ എന്ന് പറയാം. അതേപോലെ ചില വാൽവ് സിസ്റ്റത്തിൽ ഫീഡ്ബാക്ക് എലമെന്റ് ഉള്ള വാൽവുകളെയാണ് സെർവോ വാൽവ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം ഇതിലെ വർക്കിംഗ് എങ്ങനെയാണ്. ഒന്നുമില്ല, എവിടെയും ഒരു പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെന്റ് ഒക്കെയാണ് ഉള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ താഴെ 3 പിസ്റ്റൺസ് കാണാം. 1 2 3. പമ്പിൽ നിന്നും വരുന്ന ഇൻലെറ്റ് പോർട്ട്, അതായത് ഈ ഒരു പോർട്ടിലേക്ക് ഞാൻ പമ്പ് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഹൈ പ്രഷർ ഫ്ലൂയിഡ് ഇതിലേ വരും. ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇവിടുന്ന് വരുന്ന ഫ്ലോ കംപ്ലീറ്റ് ആയിട്ട് ഈ 2 എന്ന് പറയുന്ന പിസ്റ്റൺ ബ്ലോക്ക് ചെയ്തിട്ടുള്ളത് അല്ലെ, ബ്ലോക്ക് ചെയ്തിട്ടുള്ളത്. ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ പിസ്റ്റൺ എല്ലാം കൂടെ ഒരു കോമൺ റോഡിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഞാൻ ഈ പിസ്റ്റണിനെ ജസ്റ്റ് ഒന്ന് തള്ളുന്നത്, ഇവിടുന്ന് ഇൻപുട്ട് കൊടുക്കുന്നു. ഈ പിസ്റ്റണിനെ തള്ളുമ്പോൾ ഈ 2 എന്ന് പറയുന്ന പിസ്റ്റൺ മുമ്പോട്ട് വരും, 1 എന്ന് പറയുന്ന പിസ്റ്റൺ മുമ്പോട്ട് വരും, 3 എന്ന് പറയുന്ന പിസ്റ്റൺ മുമ്പോട്ട് വരും. അപ്പൊ ഇയാൾ മുമ്പോട്ടേക്ക് പോകുമ്പോൾ ഈ പമ്പിൽ നിന്നുള്ള ഹൈ പ്രഷർ ഫ്ലൂയിഡ് എന്ത് ചെയ്യും, ഹൈ പ്രഷർ ഫ്ലൂയിഡ് ഇതിലേക്ക് കയറും അല്ലെ, ഇതിലേക്ക് കയറി ഈ P2 എന്ന് പറയുന്ന പോർട്ടിൽ കയറി മേലത്തെ സിലിണ്ടറിലേക്ക് എത്തും. എന്നിട്ട് ഈ പിസ്റ്റന്റെ ബാക്ക് സൈഡിൽ വന്നിട്ട് പ്രഷർ എക്സേർട്ട് ചെയ്യും അല്ലേ, കറക്റ്റ് അല്ലേ? എടാ മനസ്സിലാവുന്നില്ലടാ? ഹലോ, അങ്ങോട്ട് പറയാം. ഇവിടെ പമ്പ് ഇതാ ഈ പോർട്ടുമായിട്ട്, ഇൻലെറ്റ് പോർട്ടുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഹൈ പ്രഷർ ഫ്ലൂയിഡ് വരുന്നു. ഇപ്പോഴത്തെ കണ്ടീഷനിൽ ബ്ലോക്ക്ഡ് കണ്ടീഷനാണ്. ഹൈ പ്രഷർ ഫ്ലൂയിഡ് ഇതിനകത്തേക്ക് കയറില്ല, കാരണം ഇവിടെ 2 എന്ന് പറയുന്ന പിസ്റ്റൺ അവിടെ സെറ്റ് ചെയ്ത് നിൽക്കുകയാണ് അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു ഇൻപുട്ട് കൊടുക്കുന്നു. അതായത് ഈ പിസ്റ്റൺ 3 പിസ്റ്റണെ അറേഞ്ച് ചെയ്ത റോഡിനെ ഞാൻ എക്സ്റ്റേണലി തള്ളുന്നു, റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്ക് തള്ളുന്നു. അപ്പൊ ഈ 2 എന്ന് പറയുന്ന പിസ്റ്റണും 1 എന്ന് പറയുന്ന പിസ്റ്റൺ 3 ഇവരൊക്കെ ഒരു സ്റ്റെപ്പ് മുമ്പോട്ടേക്ക് മൂവ് ചെയ്യും. അപ്പൊ ഈ 1 മുമ്പോട്ടേക്ക് മൂവ് ചെയ്യുമ്പോൾ ഈ പോർട്ട് ഓപ്പൺ ആയിട്ടുണ്ടാവും, 2 മൂവ് ചെയ്യുമ്പോൾ ഈ പോർട്ട് കുറച്ച് ഓപ്പൺ ആയിട്ടുണ്ടാവും, 3 മൂവ് ചെയ്യുമ്പോൾ ഈ പോർട്ട് ഫുൾ ആയിട്ട് ബ്ലോക്ക് ആയിട്ടുണ്ടാവും. അപ്പോൾ പ്രഷറൈസ്ഡ് ഫ്ലൂയിഡ് ഇതാ ഇവിടുന്ന് ഇപ്പോൾ ഓപ്പൺ ആയ സ്ഥലത്തൂടെ കയറുന്നു,
P2 എന്ന് പറയുന്ന പോർട്ടിലൂടെ കയറി മേലത്തെ സിലിണ്ടറിനകത്തേക്ക് എത്തും. അപ്പോൾ ഹൈ പ്രഷർ ഈ പിസ്റ്റന്റെ ഈ ബാക്ക് സൈഡിൽ ഒന്ന് എക്സേർട്ട് ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഈ പിസ്റ്റൺ എങ്ങോട്ട് മൂവ് ചെയ്യും? പിസ്റ്റൺ ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യും അല്ലെ. പിസ്റ്റൺ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഈ പിസ്റ്റണായിട്ട് കണക്ട് ചെയ്ത റോഡും ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യല്ലോ. ഈ റോഡ് നമ്മളിവിടെ ഒരു ഫീഡ്ബാക്ക് ലിങ്ക് വെച്ചിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടേ. നോക്കാം നമുക്ക്. ഇതൊരു കാൻഡിലിവർ ആണ്. ഈ ഫീഡ്ബാക്ക് ലിങ്ക്, അതായത് ഈ റോഡ് പിസ്റ്റൺ റോഡ് മൂവ് ചെയ്യുമ്പോൾ ഈ കാൻഡിലിവർ ഇവിടുന്ന് എന്ത് ചെയ്യും? ഇങ്ങനെ ചെരിയാൻ തുടങ്ങൂലേ? ഇല്ലേടാ, കറക്റ്റ് അല്ലേ? ഇല്ലേ? ഓക്കെ. അപ്പൊ ഇനി ആ ലിവർ നോക്കുക. ആ ഫീഡ്ബാക്ക് ലിങ്കുമായിട്ട് നമ്മൾ വേറൊരു കണക്ഷൻ, താഴത്തെ കണക്ഷൻ നോക്കുക. ഈ ഫീഡ്ബാക്ക് ലിങ്കുമായിട്ട് നമ്മൾ ഈ സിലിണ്ടർ, താഴത്തെ പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെന്റിലെ സിലിണ്ടറിനെ കണക്ട് ചെയ്തിട്ടുണ്ട്. അതായത് സ്ലൈഡിങ് സ്ലീവ് ആണ്, അതായത് സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന എലമെന്റ്. നോക്കാം നമുക്ക്. ഈ റോഡ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുമ്പോൾ ഈ ഫീഡ്ബാക്ക് ലിങ്ക് ചെരിഞ്ഞു, ഫീഡ്ബാക്ക് ലിങ്കും മൂവ് ചെയ്തു. ഫീഡ്ബാക്ക് ലിങ്ക് മൂവ് ചെയ്യുമ്പോൾ ഈ ഫീഡ്ബാക്ക് ലിങ്കുമായിട്ട് കണക്ട് ചെയ്ത ഈ ഒരു എലമെന്റ് ബാക്കോട്ടേക്ക് വലിയും. ഇവിടുന്ന് ഈ ഹാച്ച് ചെയ്തേക്കുന്ന ഈ സ്ലൈഡിങ് സ്ലീവും അപ്പൊ തന്നെ ബാക്കിലേക്ക് വരും. അപ്പോൾ സ്ലൈഡിങ് സ്ലീവ് ബാക്കിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ആ സ്ലൈഡിങ് സിലിണ്ടർ വാള് ബാക്കിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുക? അതായത് ഒന്നുകൂടി പറയാം. ഇവിടുന്ന് ഇതിങ്ങനെ ഒരു സൈഡിലേക്ക് മൂവ് ചെയ്തു. അപ്പോൾ ഇയാളും ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. അപ്പൊ ഇയാളുമായിട്ട് കണക്ട് ചെയ്ത ഈ സിലിണ്ടർ പാർട്ടും മൂവ് ചെയ്യും. സിലിണ്ടർ പാർട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം? അതായത് ഞാനിവിടെ ഇൻപുട്ട് ആയിട്ട് കൊടുത്തത് ഈ പിസ്റ്റൺ റോഡിൽ ഞാനൊരു ഇപ്പോൾ ഉള്ള പൊസിഷനിൽ നിന്നും ഒരു 2 സെന്റിമീറ്റർ തള്ളി. 2 സെന്റിമീറ്റർ തള്ളിയപ്പോൾ വെള്ളം ഇതിലേക്ക് കയറി ഇങ്ങനെ പോയി ഇവിടെ എത്തി. അപ്പൊ ഈ പിസ്റ്റൺ റോഡ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തു, ഈ ലിങ്ക് മൂവ് ചെയ്തു. ഈ ലിങ്ക് മൂവ് ചെയ്തതിന്റെ ഭാഗമായിട്ട് ഈ ലിങ്കുമായിട്ട് കണക്ട് ചെയ്തേക്കുന്ന ഈ സ്ലൈഡിങ് സ്ലീവും അല്ലെങ്കിൽ ഈ ഒരു സിലിണ്ടർ വാളും മൂവ് ചെയ്യും. ഈ വാളും 2 സെന്റിമീറ്റർ തന്നെ മൂവ് ചെയ്യും. എന്നിട്ട് വീണ്ടും പഴയ പോലെ തന്നെ ഈ ഒരു പോർട്ടിനെ ബ്ലോക്ക് ചെയ്യുന്ന പൊസിഷനിലേക്ക് എത്തും. ഓക്കെ. ഇനി ഞാൻ ഈ ഇൻപുട്ട് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൊടുത്തു എന്ന് വെച്ചോ. ക്ലിയർ ചെയ്തിട്ട് വേണം. ഞാൻ നേരത്തെ 2 സെന്റിമീറ്റർ ഇൻപുട്ട് കൊടുത്തത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ്. ഞാൻ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് ഒരു 2 സെന്റിമീറ്റർ ഇൻപുട്ട് കൊടുക്കുന്നു. അത് ഈ നമ്പർ 2 പിസ്റ്റൺ കുറച്ച് മുമ്പോട്ടേക്ക് മൂവ് ചെയ്യും. അപ്പോൾ വെള്ളം, ഹൈ പ്രഷർ ഫ്ലൂയിഡ് ഇതിലേക്ക് കയറും. ഈ P1 എന്ന് പറയുന്ന പോർട്ടിലൂടെ കയറി പിസ്റ്റന്റെ ഈ സൈഡിൽ പ്രഷർ എക്സേർട്ട് ചെയ്യും. ഈ പിസ്റ്റൺ ഇങ്ങോട്ട് മൂവ് ചെയ്യും. ഈ റോഡ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. ഈ ലിങ്ക് എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ള പൊസിഷനിൽ നിന്നും കുറച്ച് ഇങ്ങനെ ചെരിയാൻ തുടങ്ങും. ഇങ്ങനെ ചെരിയുമ്പോൾ ഈ ലിങ്കുമായിട്ട് കണക്ട് ചെയ്തേക്കുന്ന ഈ സ്ലൈഡിങ് സ്ലീവും മുമ്പോട്ടേക്ക് തന്നെ മൂവ് ചെയ്യും. ഇയാളും അതേ 2 സെന്റിമീറ്റർ തന്നെ മൂവ് ചെയ്ത് വീണ്ടും ഈ പോർട്ടിനെ ബ്ലോക്ക് ചെയ്യും. അതായത് നമ്മളൊരു ഇൻപുട്ട് കൊടുക്കുമ്പോൾ കറസ്പോണ്ടിങ് ഒരു ഫീഡ്ബാക്ക് കിട്ടും. നമ്മൾ എത്രയാണോ ഇൻപുട്ട് ആയിട്ട് കൊടുത്തത് അതിന്റെ കറസ്പോണ്ടിങ് ഫീഡ്ബാക്ക് അല്ലെങ്കിൽ അതിന് കറസ്പോണ്ടിങ് മൂവ്മെന്റ് ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിലുണ്ടാവും. സോ ദിസ് ഈസ് സെർവോ വാൽവ്. അതായത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനനുസരിച്ച് ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യുന്ന വാൽവുകൾ അല്ലെങ്കിൽ അതിനനുസരിച്ച് ഓട്ടോമാറ്റിക് ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്യുന്ന വാൽവുകളെയാണ് സെർവോ വാൽവ്സ് എന്ന് പറയുന്നത്. ഇതിന്റെ കൺസ്ട്രക്ഷണൽ ഫിഗർ ആണ്, പ്രാക്ടിക്കൽ ഫിഗർ ഇങ്ങനൊന്നും അല്ലേ. ഇത് എങ്ങനെയാണ് വർക്കിംഗ് എന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അതിന്റെ ഒരു കൺസ്ട്രക്ഷണൽ ഫിഗർ വരച്ചു എന്നേ ഉള്ളൂ. അപ്പൊ ഇവിടെ ആക്ച്വലി ഇത് കൺട്രോൾ ചെയ്യുന്നത് ഇതിന്റെ നമ്മൾ എന്താ പറയാ ഫ്ലോയെ കൺട്രോൾ ചെയ്യുകയാണ്. ശരിക്കും ഇവിടെ ഇൻപുട്ട് കൊടുത്തുകൊണ്ട് നമ്മൾ ഈ ഹൈ പ്രഷർ ഫ്ലൂയിഡിന്റെ ഫ്ലോയെയാണ് കൺട്രോൾ ചെയ്തത്. ബട്ട് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത് ഒരു മെക്കാനിക്കൽ മോഷൻ ആണ് അല്ലെ. ഈ സ്ലൈഡിങ് സ്ലീവിന്റെ ഒരു മെക്കാനിക്കൽ മോഷൻ ആണ്. സോ ഇങ്ങനെയുള്ള വാൽവുകൾ നമ്മുടെ സ്റ്റിയറിംഗ് വീലിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. സ്റ്റിയറിംഗ് വീലിലൊക്കെ മെക്കാട്രോണിക് എലമെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് സെർവോ വാൽവ്സ് എന്ന് പറയുന്നത്. നമുക്കത് ലാസ്റ്റ് മൊഡ്യൂളിൽ ഇതിന്റെ കേസ് സ്റ്റഡീസ് ഒക്കെ പറയുമ്പോൾ അവിടെയൊക്കെ സെർവോ വാൽവ് ഒക്കെ പറയുന്നുണ്ട്. നമുക്ക് അന്നേരം ഓർക്കാം. ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. സെർവോ വാൽവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിന് കറസ്പോണ്ടിങ് ഒരു ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്ന വാൽവുകളെയാണ് സെർവോ വാൽവ്സ് എന്ന് പറയുന്നത്. ഇവിടെ 2 സെറ്റ് ഓഫ് പിസ്റ്റൺസും സിലിണ്ടേഴ്സും ഉള്ളത്. ഒരു 3 പിസ്റ്റൺ അറേഞ്ച്മെന്റ് താഴെയും ഒരു സിംഗിൾ പിസ്റ്റൺ അറേഞ്ച്മെന്റ് മുകളിലും. അപ്പം താഴെയിലെ പിസ്റ്റണിൽ നമ്മൾ ഒരു ഇൻപുട്ട് കൊടുക്കുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിന്റെ സ്ലൈഡിങ് സ്ലീവ് മൂവ് ചെയ്യും. ഈ ഒരു രീതിയിലുള്ള ഫീഡ്ബാക്ക് ഓറിയന്റഡ് വാൽവ്സിനാണ് സെർവോ വാൽവ്സ് എന്ന് പറയുന്നത്. സോ ഇത്രയാണ് നമ്മുടെ വാൽവ് എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് വരുന്നത്.
നമ്മൾ ഈ മൊഡ്യൂളില് ഇതുവരെ പഠിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആക്ച്വേറ്റിംഗ് ഡിവൈസുകളെ പറ്റി പഠിച്ചു. ഹൈഡ്രോളിക് ആൻഡ് ന്യൂമാറ്റിക് ആക്ച്വേറ്റേഴ്സ്. അതിൽ തന്നെ ലീനിയർ ആക്ച്വേറ്ററും ഉണ്ട്, റോട്ടറി ആക്ച്വേറ്ററും ഉണ്ട്. ഇപ്പൊ ലീനിയർ ആക്ച്വേറ്ററിൽ നമ്മൾ പറഞ്ഞത് സിലിണ്ടർ പിസ്റ്റൺ അറേഞ്ച്മെന്റ് ആണ്. റോട്ടറി ആക്ച്വേറ്ററിൽ മോട്ടോർ സിസ്റ്റത്തിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ദെൻ ആക്ച്വേറ്റേഴ്സിലേക്ക് വരുന്ന പ്രഷറൈസ്ഡ് ഫ്ലൂയിഡ് അല്ലെങ്കിൽ പ്രഷറൈസ്ഡ് എയർ, കംപ്രസ്ഡ് എയറും പ്രഷറൈസ്ഡ് ലിക്വിഡും, ഈ വരുന്ന വർക്കിംഗ് ഫ്ലൂയിഡിനെ ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് കൺട്രോൾ ചെയ്യാനുള്ള എലമെന്റുകളാണ് വാൽവ് എന്ന് പറയുന്നത്. ഡയറക്ഷനെ കൺട്രോൾ ചെയ്യുന്നതിനെ DCV എന്ന് പറയും. പ്രഷറിനെ കൺട്രോൾ ചെയ്യുന്നതിനെ PCV എന്ന് പറയും. ദെൻ ഫ്ലോ റേറ്റ് അല്ലെങ്കിൽ സ്പീഡിനെ കൺട്രോൾ ചെയ്യുന്നതിനെ ഫ്ലോ കൺട്രോൾ വാൽവ് അല്ലെങ്കിൽ പ്രോസസ് കൺട്രോൾ വാൽവ് എന്ന് പറയും. അപ്പൊ ഇത്രയും വാൽവുകളും ഡിഫറെന്റ് ഓറിയന്റേഷൻ ഓഫ് വാൽവ്, അതേപോലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സിലിണ്ടേഴ്സ്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് നമ്മൾ ഈ മൊഡ്യൂളിൽ പഠിച്ചത്. ഇനിയാണ് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സാമിന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ വരുന്ന ഏരിയയെ പറ്റിയാണ് നമ്മൾ ഇനി പറയുന്നത്. നമ്മൾ ഇത്രയും നേരം പഠിച്ച വാൽവ്, അതുപോലെ ഇത്രയും നേരം പറഞ്ഞ ആക്ച്വേറ്റർ, ഇതൊക്കെ വെച്ചിട്ട് സർക്യൂട്ട് എങ്ങനെ ഡിസൈൻ ചെയ്യാം. നിങ്ങളോട് സിമ്പിൾ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ വരാം. ഒരു ഡബിൾ ആക്ടിങ് ഹൈഡ്രോളിക് സിലിണ്ടർ വർക്ക് ചെയ്യാൻ ആവശ്യമായ സർക്യൂട്ട് വരക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡബിൾ ആക്ടിങ് സിലിണ്ടർ നമുക്കറിയാം. ഡബിൾ ആക്ടിങ് സിലിണ്ടർ വർക്ക് ചെയ്യാൻ ആവശ്യമായ പമ്പ് വേണമെന്ന് നമുക്കറിയാം. കാരണം പ്രഷറൈസ്ഡ് ഫ്ലൂയിഡ് കൊടുക്കണമല്ലോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ അതെങ്ങനെ ഒരു സർക്യൂട്ട് ആയിട്ട് വരക്കും, അതാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഹൈഡ്രോളിക് ഓർ ന്യൂമാറ്റിക് സർക്യൂട്ട്, ഒരു സിംഗിൾ ആക്ടിങ് ഹൈഡ്രോളിക് സർക്യൂട്ടിന്റെ സർക്യൂട്ട് ഡയഗ്രാം ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നിങ്ങളോട് ഇത് എക്സാമിന് വരക്കാൻ ക്വസ്റ്റ്യൻ ഇങ്ങനെയാ വരിക: ഡിസൈൻ എ ഹൈഡ്രോളിക് സർക്യൂട്ട് ഫോർ ഓപ്പറേറ്റിംഗ് സിംഗിൾ ആക്ടിങ് സിലിണ്ടർ ബൈ യൂസിങ് 3/2 അല്ലെങ്കിൽ 4/2, അല്ല നമ്മൾ കുറെ വാൽവുകൾ വരച്ചിട്ടുണ്ടല്ലോ. ബൈ യൂസിങ് 3/2 വാൽവ് എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ നമ്മൾ വരക്കേണ്ട ഫിഗർ ആണിത്. നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ്, എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പം ഏത് സർക്യൂട്ട് പറഞ്ഞാലും, ഹൈഡ്രോളിക് ഓർ ന്യൂമാറ്റിക് സർക്യൂട്ട് പറഞ്ഞാലും, സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെയാണ്. ഞാനിത് ക്ലാസ്സിൽ ആക്ച്വലി ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വരച്ച് കാണിക്കലാണ് പതിവ്. പക്ഷെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഇതെങ്ങനെ വരച്ച് കാണിക്കുമെന്നുള്ള ഒരു ചോദ്യമാണ്. എന്തായാലും നമുക്ക് നോക്കാം. നിങ്ങളോട് ഇപ്പൊ പറഞ്ഞിരിക്കുന്നു ഒരു സിംഗിൾ ആക്ടിങ് ഹൈഡ്രോളിക് സിലിണ്ടർ. നമുക്ക് സിംഗിൾ ആക്ടിങ് ഹൈഡ്രോളിക് സിലിണ്ടറിന്റെ സിമ്പിൾ അറിയില്ലേ? സിംഗിൾ ആക്ടിങ്, ഞാൻ സിമ്പിൾസിനെ പറ്റിയൊക്കെ ഓൾറെഡി പറഞ്ഞല്ലേ, നമ്മള് കുറെ സിമ്പിൾസ് ഒക്കെ ഡിസ്കസ് ചെയ്തതാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ഒരു സിംഗിൾ ആക്ടിങ് ഹൈഡ്രോളിക് സിലിണ്ടർ ഒരു 3/2 വാൽവ് വെച്ചിട്ട് കൺട്രോൾ ചെയ്യുന്ന ഫിഗർ വരക്കാനാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. അപ്പോ നമ്മൾ ഫസ്റ്റ് വരക്കേണ്ടത് ഒരു ടാങ്ക് വേണം, ഒരു റിസർവോയർ ടാങ്ക്. അപ്പൊ ഹൈഡ്രോളിക് സിലിണ്ടർ ആയതുകൊണ്ട് തന്നെ, ഹൈഡ്രോളിക് സർക്യൂട്ട് ആയതുകൊണ്ട് തന്നെ വെള്ളം, ഞാനിപ്പോ ഒരു എക്സാമ്പിൾ ആയിട്ട് ഇവിടെ വെള്ളമാണ് എടുക്കുന്നത്. അപ്പൊ ഈ വെള്ളത്തെ പ്രഷറൈസ്ഡ് വെള്ളമാക്കി മാറ്റണമെങ്കിൽ എന്ത് വേണം? പമ്പ് വേണം, വേണ്ടേ? ടാങ്കിനകത്തുള്ള വെള്ളത്തെ പ്രഷറൈസ്ഡ് ഫ്ലൂയിഡ് ആക്കണമെങ്കിൽ അവിടെ പമ്പ് വേണം. ന്യൂമാറ്റിക് സർക്യൂട്ട് ആണെങ്കിൽ അവിടെ കംപ്രസർ വേണം. സോ ടാങ്ക് കാണിച്ചു. ടാങ്കിൽ നിന്ന് നമ്മൾ പമ്പിലേക്ക് വെള്ളം കൊടുക്കുന്നതിന്റെ മുമ്പായിട്ട് ഒരു ഫിൽറ്റർ സെറ്റിംഗ് വെക്കും. ആ ഫിൽറ്റർ എന്തിനാന്ന് വെച്ചാൽ അതിനകത്തുള്ള സെഡിമെന്റ്സ് അല്ലെങ്കിൽ അതിനകത്തുള്ള മറ്റ് അൺവാണ്ടഡ് മെറ്റീരിയൽസ് തന്നെ ഫിൽറ്റർ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫിൽറ്റർ കാണിക്കണം, പിന്നെ ഒരു പമ്പ് കാണിക്കണം. അപ്പൊ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇതാണ് ഫിൽറ്റർ. പമ്പിന്റെ സിമ്പിൾ എങ്ങനെയാ? പമ്പിന്റെ ജനറൽ സിമ്പിൾ എങ്ങനെയാ? ഒരു സർക്കിളും ഇങ്ങനെയാ പമ്പ് വരക്കുക, ഒരു എയറോ ഹെഡ് വേണം. എങ്ങനെ എയറോ ഹെഡ് വേണ്ട? ഉള്ളിന്ന് പുറത്തേക്കാ അല്ലെങ്കിൽ പുറത്തുനിന്ന് അകത്തേക്കാ? ഇങ്ങനെയല്ലേ? ഹൈഡ്രോളിക് ആണെങ്കിൽ ഈ എയറോ എന്ത് ചെയ്യണം? ഫുള്ള് ഡാർക്ക് ചെയ്യണം. ന്യൂമാറ്റിക് ആണെങ്കിൽ അങ്ങനെ തന്നെ വെച്ചാൽ മതി അല്ലെ? അപ്പൊ ഇവിടെ ഹൈഡ്രോളിക് സർക്യൂട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ പമ്പ് കാണിക്കുന്നു, ഒരു എയറോ കാണിക്കുന്നു, ഫുള്ള് ഡാർക്ക് ചെയ്യുന്നു, ദെൻ പമ്പുമായി. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഫിഗറിലേക്ക് വരാം. ഞാനിപ്പോ വരച്ച 2 പാർട്ടായി. റിസർവോയർ ഉണ്ട്, അല്ലെങ്കിൽ ടാങ്ക് ഉണ്ട്, ഫിൽറ്റർ ഉണ്ട്, പമ്പ് ഉണ്ട്. ഇനി ഈ പമ്പിൽ നിന്നും പ്രഷറൈസ്ഡ് ഫ്ലൂയിഡിനെ നമുക്ക് എങ്ങോട്ട് കൊടുക്കണം? നമ്മുടെ സിംഗിൾ ആക്ടിങ് സിലിണ്ടറിലേക്ക് കൊടുക്കണം. പക്ഷെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ബൈ യൂസിങ് 3/2 കൺട്രോൾ വാൽവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇനി നമുക്ക് നോക്കാം 3/2 കൺട്രോൾ വാൽവ്. 3/2 വാൽവ് എങ്ങനെയാ വരയ്ക്കുക? 3/2 വാൽവ് എന്ന് പറഞ്ഞാൽ എന്താ?
എന്താ അതിന്റെ അർത്ഥം? 3/2 എന്ന് പറഞ്ഞാല് 3-way 2 പൊസിഷൻ. അപ്പൊ 2 പൊസിഷന് വേണ്ടിയിട്ട് 2 ബോക്സ് വരക്കണം. 3-way എന്ന് പറയുമ്പോൾ 3 പോർട്ട് കാണിക്കണം. ഒരു പോർട്ട് എന്തായാലും പമ്പിന്റെ പോർട്ട് ആയിരിക്കും, ഒരു പോർട്ട് എന്തായാലും ടാങ്കിന്റെ പോർട്ട് ആയിരിക്കും, പിന്നെ ഒരു പോർട്ടാ മേലെ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഇവിടെ അതേപോലെ 3-way കാണിക്കണം. അപ്പോൾ ഒന്നാമത്തെ വേ എന്ന് പറയുന്നത്, ഒന്നാമത്തെ പൊസിഷൻ എന്ന് പറയുന്നത് പമ്പിൽ നിന്നും വരുന്നത് നേരെ നമ്മുടെ സർക്യൂട്ടിലേക്ക് പോകുന്നു. രണ്ടാമത്തെ പൊസിഷൻ എന്ന് പറയുന്നത് ഈ മേലത്തെ പോർട്ടിൽ നിന്നും നേരെ ടാങ്കിലേക്ക് പോകുന്നു. നമുക്ക് വർക്കിംഗ് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു 3/2 വാൽവ് ഉണ്ട്. അപ്പൊ ചിലപ്പോൾ നിങ്ങളോട് പറയും 3/2 വാൽവിനെ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നതെന്നൊക്കെ പറയും. ഒരു ലിവർ ഓപ്പറേറ്റഡ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 3/2 വാൽവ് തന്നെ ലിവർ ഓപ്പറേറ്റഡ് ആണെങ്കിൽ എങ്ങനെ കാണിക്കണം? ഇതിന്റെ എൻഡില് ഒരു ലിവർ കാണിക്കണം അല്ലെ. ലിവർ ഓപ്പറേറ്റഡ്. സ്പ്രിംഗ് റിട്ടേൺ ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു സ്പ്രിംഗ് കാണിക്കണം. ഇനി ലിവർ ഓപ്പറേറ്റഡ് ആണെങ്കിൽ ഇങ്ങനെ. ഇനി റോളർ ഓപ്പറേറ്റഡ് ആണെങ്കിലോ ഈ ലിവർ മാറ്റിയിട്ട് അവിടെ ഓർമ്മയില്ലേ, ലിവർ മാറ്റി അവിടെ ഒരു റോളർ കാണിക്കണം. ഇനി മെക്കാനിക്കലി ഓപ്പറേറ്റഡ് അല്ലെങ്കിൽ മാനുവൽ ഓപ്പറേറ്റഡ് ആണെങ്കിൽ ജസ്റ്റ് ഈ 2 ലൈന് മാത്രം കാണിച്ചാൽ മതി. ഈ റോളർ ഒന്നും വേണ്ട, 2 ലൈന് മാത്രം കാണിച്ചാൽ മതി. നമുക്ക് നോക്കാം. നമ്മൾ ഈ ഫിഗറിൽ ഇപ്പം ഒരു 3/2 വാൽവ് ഉണ്ട്, ലിവർ ഓപ്പറേറ്റഡ് ആണ്, സ്പ്രിംഗ് റിട്ടേൺ ഉണ്ട്. അപ്പോ അതിനുശേഷം നമ്മളെ സിംഗിൾ ആക്ടിങ് ഹൈഡ്രോളിക് സിലിണ്ടറിന്റെ സിമ്പിളും കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ നമുക്ക് ഇതിന്റെ വർക്കിംഗ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ഈ ഒരു ഫിഗർ പ്രകാരം ഇത് വരച്ചത് ശരിയാണോ അല്ലയോ എന്നൊക്കെ നോക്കണ്ടേ. ഇപ്പോ ഹൈഡ്രോളിക് സർക്യൂട്ട് അല്ലെങ്കിൽ ടാങ്കിനകത്തുള്ള വെള്ളം പമ്പ് വഴി പ്രഷറൈസ് ചെയ്ത് മേലയിലേക്ക് അയക്കുന്നു. ഇപ്പൊ ഉള്ള വാൽവിന്റെ പൊസിഷൻ എന്താ? ഈ പമ്പിൽ നിന്നും വരുന്ന പോർട്ട് ബ്ലോക്ക്ഡ് പൊസിഷൻ ആണല്ലോ അല്ലേ? ഇങ്ങനെ കാണിച്ച ബ്ലോക്ക് ആണെന്നല്ലേ അർത്ഥം ആണ്. അപ്പൊ ഈ ഹൈ പ്രഷർ ഫ്ലൂയിഡ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പമ്പ് ചെയ്തോണ്ടേയിരിക്കും. അപ്പൊ ഈ പൈപ്പിനകത്ത് ഇവിടുന്ന് ഈ ഒരു പൈപ്പില്ലേ, ഈ പൈപ്പിനകത്ത് പ്രഷർ ഇങ്ങനെ ബിൽഡ് ചെയ്തോണ്ടേയിരിക്കും. അപ്പൊ ഇവിടെ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ കുറെ സമയം കഴിഞ്ഞാൽ ഈ പ്രഷർ കൂടിയിട്ട് ഈ പൈപ്പ് പൊട്ടാനുള്ള സാധ്യതയില്ലേ? ഇല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു വാൽവിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ സിസ്റ്റത്തിൽ പ്രഷർ ലിമിറ്റിനപ്പുറത്തേക്ക് ബിൽഡപ്പ് ചെയ്യുകയാണെങ്കിൽ എക്സസ് പ്രഷറിനെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഒരു പ്രഷർ റിലീഫ് വാൽവിനെ പറ്റി പറഞ്ഞിട്ടില്ലേ? പ്രഷർ റിലീഫ് വാൽവാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. നോക്കാം. ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇവിടെ പമ്പിൽ നിന്നുള്ളത് ഈ വാൽവിന്റെ പൊസിഷൻ ബ്ലോക്ക്ഡ് പൊസിഷൻ ആണ്. അപ്പൊ ഇതിനകത്ത് പ്രഷർ ഇങ്ങനെ ബിൽഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ഈ പമ്പിൽ നിന്നും വെള്ളം കുറച്ച് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. ബട്ട് ഇവിടുന്ന് വെള്ളം വേറെ എവിടെയും പോകാൻ വഴിയില്ല, അവിടെ ബ്ലോക്ക്ഡ് ആണ്. അപ്പൊ പ്രഷർ നമ്മുടെ സെറ്റ് പ്രഷറിനേക്കാളും ഈ സർക്യൂട്ടിൽ കൂടുന്ന സമയത്ത് ഈ എക്സസ് പ്രഷർ എന്ത് ചെയ്യും? ഈ ബ്ലോക്കിനെ മേലോട്ടേക്ക് മൂവ് ചെയ്യിക്കും. അതായത് ഈ എയറോ ഇപ്പോൾ ഉള്ള എടുക്കുന്നത് ഈ ഒരു പൊസിഷനിലേക്ക് എത്തും. അങ്ങനെ വരുമ്പോൾ എക്സസ് പ്രഷർ വരുന്ന സമയത്ത് ഫ്ലോ ഇതിലേ പോയി നേരെ വന്ന് ഈ ടാങ്കിലേക്ക് തന്നെ വീഴും. അപ്പോൾ ഈ പൈപ്പ് ലൈന് സെക്യൂർഡ് ആവും. ഒന്നുകൂടി പറയാം. പ്രഷറൈസ്ഡ് ഫ്ലൂയിഡ് പമ്പിൽ നിന്നും ഈ ലൈനിലേക്ക് കയറി ഇവിടെ എത്തുമ്പോൾ ഇവിടെ ബ്ലോക്ക്ഡ് ആണ്. ബട്ട് പമ്പ് ഇപ്പോഴും റണ്ണിങ് കണ്ടീഷനിലാണ്. അപ്പോൾ ഇവിടെ പ്രഷർ ബിൽഡ് ചെയ്യും. അപ്പോൾ കുറച്ച് ഫ്ലൂയിഡ് ഇങ്ങനെ ഇവിടത്തേക്ക് ഒഴുകും. പക്ഷെ ഇതിനപ്പുറത്തേക്ക് വെള്ളത്തിന് പോകാൻ വഴിയില്ല. അപ്പൊ എന്റെ സെറ്റ് പ്രഷർ എന്ന് പറയുന്നത് ഒരു 5 ബാർ പ്രഷർ ആണ്. ഞാൻ എക്സാമ്പിളിന് പറയാണ്, ഒരു 5 ബാർ പ്രഷർ ആണ് ഇവിടുത്തെ സെറ്റ് പ്രഷർ അല്ലെങ്കിൽ ക്രാക്ക് പ്രഷർ. അപ്പൊ ഇത് ഇങ്ങനെ പമ്പ് ഓൺ ആക്കി വെച്ചുകൊണ്ട് തന്നെ 0 നിന്ന് 1, 2, 3, 4, 5 കഴിഞ്ഞ് അടുത്ത മൊമെന്റിൽ ഇത് 6 ബാറൊക്കെ ആകുമ്പോഴേക്കും ഇവിടെ എക്സ്പ്ലോഷൻ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഈ പൈപ്പ് ലൈൻ ഒക്കെ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ സെറ്റ് പ്രഷറിനേക്കാളും കൂടുന്ന സമയത്ത് ആ എക്സസ് പ്രഷർ ലൈന് എക്സസ് പ്രഷർ കാരണം ഈ ഒരു വാൽവിന്റെ സീറ്റിംഗ്, ഈ വാൽവ് പൊസിഷൻ അടുത്ത് മേലോട്ടേക്ക് തള്ളാൻ തുടങ്ങും. അപ്പൊ ഇപ്പൊ ഇവിടെയുള്ള എയർ ഉണ്ടല്ലോ, ഈ എയർ എന്ത് ചെയ്യും? ഇങ്ങനെ കണക്ട് ചെയ്യും. അപ്പോ 5 ബാറിന് മേലേക്ക് വരുന്ന സമയത്ത് ഈ വാൽവ് പൊസിഷൻ മേലോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും എക്സസ് പ്രഷർ ഫ്ലോ എന്ത് ചെയ്യും? നേരെ ടാങ്കിലേക്ക് ഡയറക്റ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഇനി ഇത് ഫസ്റ്റ് പൊസിഷൻ.
ആ പൊസിഷന്റെ സമയത്ത് ഈ പിസ്റ്റണിൽ നോക്കാം, പിസ്റ്റന്റെ കണക്ഷൻ എങ്ങനെയുള്ളത്? പിസ്റ്റന്റെ ഈ പോർട്ടിൽ നിന്നും കണക്ഷൻ നേരെ ടാങ്കിലേക്കാണ് ഉള്ളത്. ഇനിയാണ് അടുത്ത വർക്കിംഗ് പൊസിഷൻ നമുക്ക് നോക്കാം. അടുത്ത് ഞാൻ എന്ത് പറയുന്നു, ഇവിടെ ഒരു ലിവർ ഓപ്പറേറ്റ് ചെയ്തിട്ട് ഈ വാൽവിനെ അടുത്ത പൊസിഷനിലേക്ക് ഇടുകയാണ്. അതായത് ഇപ്പോ ഈ ഒരു പൊസിഷൻ ഉണ്ടല്ലോ, ഈ പൊസിഷൻ ഇവിടെ എത്തും. അപ്പൊ അങ്ങനെ വരുമ്പോ എയറോക്ക് എന്തൊക്കെയാ ചേഞ്ച് ഉണ്ടാവുക? അവിടെ ഈ പൊസിഷൻ ഇപ്പുറത്ത് എത്തുന്നു, പമ്പിൽ നിന്നുള്ള കണക്ഷൻ പിസ്റ്റന്റെ ഈ ഭാഗത്തേക്ക് വരും അല്ലേ? അല്ലേ എടാ, ഇത് ഈ എയറോ ഇവിടെ എത്തും. അപ്പോ പ്രഷറൈസ്ഡ് ഫ്ലൂയിഡ് എങ്ങോട്ട് പോകും? നേരെ വന്ന് പമ്പിൽ നിന്ന് നേരെ വന്ന് പിസ്റ്റന്റെ ഈ ഭാഗത്തേക്ക് വരും അല്ലെ? അപ്പൊ പിസ്റ്റൺ എങ്ങോട്ട് മൂവ് ചെയ്യും? ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. അപ്പൊ ഈ സ്പ്രിങ് കംപ്രസ് ചെയ്യും, ഇയാൾ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. ഓക്കെ, ഇപ്പൊ പിസ്റ്റൺ എക്സ്റ്റൻഷൻ കിട്ടി അല്ലെ? എക്സ്റ്റൻഷൻ സ്ട്രോക്ക് സംഭവിച്ചു. ഓക്കെ, ക്ലിയർ അല്ലേ? ഈ സമയത്ത് ഈ പ്രഷർ റിലീഫ് വാൽവ് വർക്ക് ചെയ്യുമോ? വർക്ക് ചെയ്യോ? ഇല്ല. കാരണം എന്താ? ഈ ഇതിനകത്ത് ബിൽഡ് ചെയ്യുന്ന പ്രഷർ നേരെ പിസ്റ്റണിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്തത്. പിസ്റ്റൺ അതുകൊണ്ട് തന്നെ മൂവ് ചെയ്തിട്ടുണ്ട്, വർക്കിംഗ് സ്ട്രോക്ക് കിട്ടി. വീണ്ടും ഞാൻ ഈ ലിവർ ഓപ്പറേറ്റ് ചെയ്തിട്ട് ഇയാളെ വീണ്ടും പഴയ പൊസിഷനിലേക്ക് എന്നെ തിരിച്ചു കൊണ്ടുവരുന്നത് വെച്ചോ. ഞാൻ വാൽവിനെ വീണ്ടും ഇപ്പൊ ഈ ഫിഗറിലുള്ള ഇതേ പൊസിഷനിലേക്ക് എത്തിച്ചു. അപ്പോൾ നേരത്തെ പിസ്റ്റൺ ഉണ്ടായിരുന്നത് മാക്സിമം എക്സ്റ്റൻഷൻ സംഭവിച്ച് പിസ്റ്റൺ ഇപ്പൊ ഇവിടെയാണ് ഉള്ളത്. ഇതിനകത്തുള്ള സ്പ്രിംഗ് ഒക്കെ കംപ്രസ്ഡ് സ്റ്റേജിലുള്ള ഫുൾ കംപ്രസ് ചെയ്തിട്ടുള്ളത്. ഞാനിനി വീണ്ടും വാൽവിനെ പഴയ പൊസിഷനിലേക്ക് തന്നെ കൊണ്ടുവെക്കാണേ. അപ്പൊ പമ്പ് വന്നു, പമ്പിൽ നിന്നും പ്രഷറൈസ്ഡ് ഫ്ലൂയിഡ് ഇവിടെ വന്ന് ബ്ലോക്ക് ആയി. എക്സസ് പ്രഷർ വരുമ്പോൾ പ്രഷർ റിലീഫ് വാൽവ് വഴി പുറത്തേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് ഈ പിസ്റ്റൺ, നേരത്തെ എക്സ്റ്റൻഷൻ സംഭവിച്ച പിസ്റ്റൺ എന്ത് ചെയ്യും? ഇപ്പൊ റിട്രാക്ഷൻ സംഭവിക്കും അല്ലെ? അപ്പൊ ഈ റിട്രാക്ഷൻ സംഭവിക്കുമ്പോൾ ഇതിനകത്ത് നേരത്തെ ട്രാപ്പ് ആയിട്ടുണ്ടായിരുന്ന വെള്ളം കംപ്ലീറ്റ് എന്ത് ചെയ്യും? തിരിച്ച് ഇറങ്ങി ഇതിലേ വന്ന് ഈ വാൽവിന്റെ ഇതിലേ വന്ന് ടാങ്കിലേക്ക് വീണ്ടും സെറ്റിൽ ചെയ്യും. ക്ലിയർ ആണോ? എടാ, നിങ്ങൾ ഈ ഫിഗർ ഒന്ന് വരച്ചെടുക്കണം. സിംഗിൾ ആക്ടിങ് ഹൈഡ്രോളിക് സർക്യൂട്ടിന്റെ ഫിഗർ. ഈ ഫിഗർ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം, സർക്യൂട്ട് എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം. നിങ്ങളിപ്പം ഈ ഫിഗർ ഒന്ന് വരച്ചെടുക്കുക, ഓരോന്നും എന്താന്ന് മാർക്ക് ചെയ്യുക. ഞാൻ ഓരോന്നും ഇവിടെ പറഞ്ഞുതരാം. ഇത് പമ്പ്, അതിന്റെ താഴെയുള്ള ഈ പാർട്ട് എന്ന് പറയുന്നത്, ഇവിടെ ഈ പാർട്ട് എന്ന് പറയുന്നത് ഫിൽട്ടർ. ദെൻ ഈ ഒരു അറേഞ്ച്മെന്റ് പ്രഷർ റിലീഫ് വാൽവ്. ഈ വാൽവിന്റെ പേര് 3/2 ലിവർ ഓപ്പറേറ്റഡ് സ്പ്രിംഗ് റിട്ടേൺ വാൽവ്. ഈ മേലയിലുള്ള സാധനം ദിസ് ഈസ് സിംഗിൾ ആക്ടിങ് സിലിണ്ടർ. ഇതൊന്ന് വരച്ചെടുക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഒരു സർക്യൂട്ട് ഡിസൈൻ ചെയ്യാൻ എപ്പോഴും ഒരു എക്സാമിന് ഒരു ക്വസ്റ്റൻ ആയിട്ട് ഉണ്ടാവാറുണ്ട്. എസ്ഐ ക്വസ്റ്റൻ, 10 മാർക്കിന്റെ ക്വസ്റ്റൻ. ജസ്റ്റ് ഇത് വരച്ചിട്ടാ 10 മാർക്കാണ്. അപ്പോ ഏത് സർക്യൂട്ട്, നമ്മൾ ഇനി പറയാൻ പോകുന്ന എല്ലാ സർക്യൂട്ടിനകത്തും കോമൺ ആയിട്ട് ഉണ്ടാകുന്ന കുറച്ച് ആൾക്കാരെ ഞാൻ പറയാം. ഫിൽട്ടർ ഉണ്ടാവും, പമ്പ് അല്ലെങ്കിൽ കംപ്രസർ ഉണ്ടാവും. ഹൈഡ്രോളിക് ആണെങ്കിൽ പമ്പ് ഉണ്ടാവും, ന്യൂമാറ്റിക് സർക്യൂട്ട് ആണെങ്കിൽ കംപ്രസർ ഉണ്ടാവും. പിന്നെ ഈ സേഫ്റ്റി വാൽവ് അല്ലെങ്കിൽ പ്രഷർ റിലീഫ് വാൽവ് നിർബന്ധമായും ഉണ്ടാവും. ഇതില്ലാതെ ഒരു സർക്യൂട്ട് ഇല്ല. പ്രഷർ റിലീഫ് വാൽവ് നിർബന്ധമായിട്ടും എല്ലാ സർക്യൂട്ടിലും ഉണ്ടാവണം. സേഫ്റ്റി വാൽവ്. പിന്നെ ഉള്ളതേ മാറ്റങ്ങൾക്ക് ഇതിനാവുള്ളൂ. നമ്മളോട് ഉപയോഗിക്കാൻ പറഞ്ഞ വാൽവ് ഏതാണോ ആ വാൽവ് ഉണ്ടാവണം. അതേപോലെ ഡബിൾ ആക്ടിങ് സിലിണ്ടറോ അല്ലെങ്കിൽ സിംഗിൾ ആക്ടിങ് സിലിണ്ടറോ ഏതാണോ നമ്മളോട് യൂസ് ചെയ്യാൻ പറഞ്ഞ് അയാളും ഉണ്ടാവണം. ആദ്യം പറഞ്ഞ പമ്പ്, ഫിൽട്ടർ, പ്രഷർ റിലീഫ് വാൽവ് എല്ലാ സർക്യൂട്ടിലും ഇതേപോലെ തന്നെ ഉണ്ടാവുക. കോമൺ ആയിട്ട് ഒരു സർക്യൂട്ട് ആയിട്ട് ഉണ്ടാവുക. വരച്ചെടുക്കണേ, നിർബന്ധമായിട്ടും വരച്ചെടുക്കണം. ഒന്ന് അറ്റൻഡൻസ് ഒന്ന് പറയാം. നമ്പർ 1 present sir. 2 present sir. 3